നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആർട്ടിക്കിൾ 20 നോക്കാൻ പോകുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 20 കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. എന്താണ് ആർട്ടിക്കിൾ 20? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. അപ്പോൾ ആർട്ടിക്കിൾ 20 എന്താണ്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 20 പറയുന്നത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. എന്താണ്? നോ എക്സ്പോസ്ഡ് ഫാക്ടോ ലോ. അതിന് അണ്ടറിൽ മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. നിലവിലുള്ള നിയമത്തെ ലംഘിക്കുന്ന ആളാണ് എന്ത്? കുറ്റവാളി എന്ന് പറയുന്നത്. അപ്പോൾ മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. നിലവിലുള്ള നിയമത്തെ ലംഘിക്കുന്ന ആളാണ് ആര്? കുറ്റവാളി എന്ന് പറയുന്നത്. കുറ്റം ചെയ്യുന്ന സമയത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന നിയമപ്രകാരം ചുമത്താമായിരുന്നതിൽ കൂടുതലായ ശിക്ഷയോ പിഴയ്ക്കോ ആ ആളെ വിധേയനാക്കാൻ പാടുള്ളതല്ല. അപ്പോൾ എന്താണ്? നിലവിൽ ഉള്ള നിയമത്തെ ലംഘിക്കുന്ന ആളെയാണ് നമ്മൾ ആ സമയത്ത് കുറ്റവാളി എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിലുള്ള നിയമം ഒരാൾ എന്താണ്? ഒരു നിയമപ്രകാരം ഒരാൾ എന്തെങ്കിലും ഒരു മോഷണം ചെയ്യുകയോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ഇപ്പോൾ നിലവിലൊരു നിയമമുണ്ട്. ആ നിയമപ്രകാരം എന്താണ്? ആ നിയമത്തെ ലംഘിക്കുന്ന ആളാണ് ആ സമയത്തെ കുറ്റവാളി എന്ന് പറയുന്നത്. അപ്പോൾ മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പാസ്സാക്കാനായിട്ട് പാടില്ല. കുറ്റം ചെയ്യുന്ന സമയത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന നിയമപ്രകാരം ചുമത്താമായിരുന്നതിൽ കൂടുതലായ ശിക്ഷയ്ക്കോ പിഴയ്ക്കോ ഒന്നും എന്താണ്? ആ ആളെ വിധേയനാക്കാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 20 പറയുന്നുണ്ട്. അത് നോ എക്സ്പോസ്ഡ് ഫാക്ടോ ലോ, അതിൻ്റെ അണ്ടറിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. രണ്ടാമതായിട്ട് ആർട്ടിക്കിൾ 22 പറയുന്നത് ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ പ്രോസിക്യൂട്ട് ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല. എന്താണ്? ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ പ്രോസിക്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ശിക്ഷിക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ പ്രോസിക്യൂട്ട് ചെയ്യാനോ ശിക്ഷിക്കുവാനോ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. ആർട്ടിക്കിൾ 23 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 23 പറയുന്നത് ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയും. ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാനായിട്ട് പ്രേരിപ്പിക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 23 പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 20 പറയുന്നത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. അതിൽ മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. നിലവിലുള്ള നിയമത്തെ ലംഘിക്കുന്ന ആളാണ് എന്ത്? കുറ്റവാളി എന്ന് പറയുന്നത്. കുറ്റം ചെയ്യുന്ന സമയത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന നിയമപ്രകാരം ചുമത്താമായിരുന്നതിൽ കൂടുതലായ ശിക്ഷയ്ക്കോ പിഴയ്ക്കോ ഒന്നും എന്താണ്? ആ ആളെ വിധേയനാക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ പ്രോസിക്യൂട്ട് ചെയ്യാനോ ശിക്ഷിക്കുവാനോ പാടില്ല. ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാനും പാടില്ല എന്ന് ആർട്ടിക്കിൾ 20 പറയുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 20 കുറച്ചേ ഉള്ളൂ. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്.